ഒറ്റ വാക്കിൽ പറഞ്ഞ വിസ്മയം എന്നുള്ള അതാണ് എനിക്ക് സഫാരിയെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു. മലപ്പുറത്ത് ജനിച്ചു വളർന്ന ഒരു എല്ലാവർക്കും വണ്ടി ഭ്രാന്ത് ഉണ്ടാവുന്ന എനിക്ക് അതെ അതെ. എന്നെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഭ്രാന്തിനേക്കാൾ എനിക്ക് KL10 B848 എവിടെങ്കിലും ആരെങ്കിലും എന്തായിരിക്കും. ഞാൻ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് അവൻ തിരിഞ്ഞു നോക്കുന്നു ഡ്രൈവർ തന്നെ. അവന് പേടി എനിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള രീതിയിലാണ് ഡ്രൈവർ നോക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് അത്ര ഇതിലായെടുത്തത്. നമുക്കെതിരെ നെഗറ്റീവ് പറയാനും നമ്മളെ കുറിച്ച് പറയാണല്ലോ. വിമർശനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടാവാറുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഞാനൊക്കെ KSUവിൻ്റെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു MLA ആവുക എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സഫാരി കാർസിൻ്റെ പോഡ്കാസ്റ്റ് ചാനലിലോട്ട് രണ്ടാമത്തെ അതിഥിയായി വന്നിട്ടുള്ളത് ഞങ്ങളുടെ അനിലേട്ടൻ, അല്ലെങ്കിൽ എൻ്റെ അനിലേട്ടൻ തന്നെ ഞാൻ ചിലപ്പോൾ പറയും. അതിനൊരുപാട് കഥകളുണ്ട്, അതൊക്കെ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അനിലേട്ടനെ അറിയാത്തവരാരുമില്ല, സ്വാഗതം നമ്മുടെ ചാനലിലോട്ട്. അനിലേട്ടനെ അറിയാത്തവരാരുമില്ല. ഇനി ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ഞങ്ങളുടെ വണ്ടൂർ മണ്ഡലത്തിൻ്റെ MLA ആണ്. അപ്പോൾ അനിലേട്ടനും ഞാനും ഫസ്റ്റ് ബന്ധം തുടങ്ങുന്നത് എനിക്ക് 18ാമത്തെ വയസ്സിലൊരു ഷോറൂം തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ, ഞാൻ വളരെ ചെറുപ്പത്തിൽ ഷോറൂം തുടങ്ങാൻ വേണ്ടിയിട്ട് സ്ഥാപനമൊക്കെ റെഡിയാക്കി. അന്ന് സാറ് മന്ത്രിയായിരുന്നു അല്ലേ, ടൂറിസം മിനിസ്റ്റർ ആയിരുന്നു. അന്ന് സാറ് മന്ത്രിവാഹനത്തിൽ വന്ന് ഞങ്ങളുടെ ഷോറൂം, ഞാനും എൻ്റെ സുഹൃത്തും പാടെ കൂടി തുടങ്ങിയൊരു ഷോറൂമായിരുന്നു. ആ ഷോറൂം ഇനാഗ്രേഷൻ ചെയ്ത് തന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള ബന്ധമാണ്. അപ്പോൾ ഇവിടെ സാറ് ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു ചാനൽ തുടങ്ങി, നമ്മൾ ഇത്രയൊരു സ്ഥാപനം തുടങ്ങി, ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതിനു ശേഷം അത്രയും വർഷം മുന്നേ എന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്ത സാറെ നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിൽ കൊണ്ടുവന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുമ്പോൾ ഒരു അഭിമാന നിമിഷം കൂടിയാണ് ഈ ഒരു സമയം. അപ്പോൾ സാറ് വിശേഷങ്ങൾ ചോദിച്ചറിയാം, സാറിന് വണ്ടി ഭ്രാന്ത് ഉണ്ടോയെന്ന് ചോദിച്ചറിയാം, ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കഥകൾ പറയാനുണ്ടോ എന്ന് ചോദിച്ചറിയാം. അതേപോലെ രാഷ്ട്രീയ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും നമുക്ക് ചോദിച്ചറിയാം. ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയട്ടെ, ഇതാരും രാഷ്ട്രീയവൽക്കരിക്കരുത്. നമ്മുടെ ഈ ചാനലിൽ എല്ലാവിധ ആളുകളും വരും. നമ്മുടെ എല്ലാ നേതാക്കന്മാരെയും സെലിബ്രിറ്റീസിനെയും സാധാരണക്കാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനലിൽ വരിക. അപ്പോൾ നമുക്ക് നേരെ പോഡ്കാസ്റ്റിലോട്ട് പോവാം അല്ലേ സാറേ? ഓ തീർച്ചയായിട്ടും. അപ്പോൾ സാറ് അന്ന് എനിക്ക് 18 വയസ്സായപ്പോഴാണ് ഇനാഗ്രേഷൻ ചെയ്യാൻ വരുന്നത്. അപ്പോൾ അന്ന് മുതലേ ഒരു ചെറിയൊരു സംരംഭം, ഞാൻ പറയുന്ന ഒരു ചെറിയൊരു റൂമാണ് സാർ അന്ന് മന്ത്രിയായിരിക്കെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? സാറിന് ചിലപ്പോൾ വരാതിരിക്കാം, സാറിന് പറയാം ബിസി ഷെഡ്യൂളാണ്, എന്തെങ്കിലും പറഞ്ഞു ഒഴിയാം. എന്തായിരുന്നു അതിൻ്റെ ഒരു മോട്ടിവേഷൻ? അല്ല, ഞാൻ അത്തരം കാര്യങ്ങളിൽ സമയമുണ്ടെങ്കിൽ അത് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെയാണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും. പിന്നെ മണ്ഡലത്തിലാവാം. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ അത് എനിക്കും കൂടി ഒരു സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ അർത്ഥത്തിലാണ് വലിയ ചിന്തയും കാര്യമൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ ഉദ്ഘാടനം ഉണ്ട്, ഇങ്ങനെ തുടങ്ങുകയാണ്, അപ്പോൾ ഓക്കെ നമുക്ക് പോവാം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് 12-13 വർഷം. അപ്പൊ ആ സമയത്ത് എനിക്ക് വ്യക്തമായ ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. അപ്പൊ ആ സമയത്തിനിടയിൽ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തുടങ്ങി അന്നത്തെ ഞാനിപ്പോ അടുത്ത കാലത്ത് അൻഫലായിട്ട് എടുക്കുന്ന ഒരു ഫോട്ടോ ആണ്. എനിക്ക് അങ്ങ് അത്ഭുതം തോന്നുന്ന ഒരു ഫോട്ടോ ആണ് അത്. അപ്പൊ ആ ഒരു ഫോട്ടോ ഉണ്ട് അതിനകത്ത്. ആ ഫോട്ടോ മതി ഈ സഫാരിക്കാരന്റെ ഒരു വളർച്ച എത്രമാത്രം പെട്ടെന്ന് വന്നു എന്ന്, അതിന് വന്ന അൻഫലിന് വന്ന മാറ്റം, സ്ഥാപനത്തിന് വന്ന മാറ്റം, ഇന്ന് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിലും അല്ലാതെ ഇന്ന് ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമാണ്, ബിസിനസ് രംഗത്ത് ഏറെ സജീവമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുള്ള മലപ്പുറത്തിൻ്റെ കൂടി ഒരു സ്വഭാവമാണ്. കാരണം കരുവാരക്കുണ്ട് പോലെയുള്ള ഒരു പഞ്ചായത്ത്, ഏറ്റവും ഗ്രാമീണ മേഖലയായിട്ടുള്ള മലയോര മേഖലയായിട്ടുള്ള ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു ചെറിയ തുടക്കം തുടങ്ങി ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ ഷോറൂമിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിൽ, ഈ കാർ റീസെയിൽ സെക്ടറിൽ ഒക്കെ ഒരു ഏറ്റവും വലിയ മുൻനിരയിൽ വരിക എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ജില്ലയിലും നമ്മുടെ നാട്ടിലും ഉണ്ട്. അവരൊക്കെ ഒരു എഫേർട്ടാണ് ഇതിൻ്റെ പുറകിലുള്ള ഈ ഒരു വളർച്ചയ്ക്ക് പുറകിലുള്ള ആ ഒരു പരിശ്രമവും നിശ്ചയദാർഢ്യതൊക്കെയാണ്. അതുകൊണ്ട് എനിക്കും ഒരു വിസ്മയത്തോടു കൂടിയാണ് ഞാൻ നോക്കി കാണുന്നത്. താങ്ക് യു. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, അനിലേട്ടന് വണ്ടിഭ്രാന്ത് ഉണ്ടോ? മലപ്പുറത്ത് ജനിച്ചു വളർന്ന ഒരു എല്ലാവർക്കും വണ്ടിഭ്രാന്ത് ഉണ്ടാവുന്ന എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം വണ്ടിഭ്രാന്തിനേക്കാൾ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്നായിരുന്നു. ഏറ്റവും ഡ്രൈവിംഗ് പഠിക്കാൻ ലൈസൻസ് എടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ബൈക്ക് വളരെ
18 വയസ്സ് കഴിഞ്ഞൊരു 20 വയസ്സാകുമ്പോഴേക്കും ഞാൻ ബൈക്ക് പെർമിറ്റ് എടുത്തു, ലൈസൻസ് എടുത്തു. വാങ്ങിച്ചോ? വണ്ടി ഇല്ല, വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഇതല്ലേ. അപ്പോൾ സുഹൃത്തുക്കൾക്ക് വണ്ടിയുണ്ട്, അപ്പോൾ ആ വണ്ടി കൊണ്ട് എടുത്തു പോവും. പിന്നെ നിരന്തരം അതിൽ മോട്ടോർ ബൈക്ക് തന്നെ ആയിരുന്നു. എനിക്ക് ബൈക്കില്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിനൊക്കെ ബൈക്കാണ്, അതുകൊണ്ട് അങ്ങനെ ബൈക്ക് എടുത്തു. പിന്നെ ഞാൻ എന്തോ എനിക്കറിയില്ല, ഒരു സമയത്ത് ഞാൻ 3 വീലർ എടുത്തു. ഓട്ടോറിക്ഷ എടുത്തു. ഓടാൻ വേണ്ടിയിട്ടാണോ? ഓടാൻ വേണ്ടിയിട്ടൊന്നല്ല, വെറുതെ അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ 4 വീലർ എനിക്ക് തോന്നുന്നു 88-ലോ 90-ലാണ് ഞാൻ എത്താട്ട് എനിക്കറിയില്ല 4 വീലർ ലൈസൻസ് എടുത്തു. അപ്പൊ ഇതൊക്കെ എനിക്കിങ്ങനെ ഒരു ഡ്രൈവിങ് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. പക്ഷെ വാഹനങ്ങൾ അധികം കിട്ടാനില്ല. അപ്പൊ ബൈക്കെല്ലാം കിട്ടും, കാർ അങ്ങനെ ഓടിക്കാൻ പറ്റില്ല, നമുക്ക് ധൈര്യമില്ലല്ലോ. കാർ ഓടിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. പക്ഷെ എങ്കിലും അന്ന് കാറുള്ള സുഹൃത്തുക്കളും വളരെ കുറവായിരുന്നു, അന്നത്തെ പോലെ അല്ലല്ലോ. അപ്പൊ എന്നാലും ഞാൻ ആ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു വെച്ചിരുന്നു. അങ്ങനെ ഞാൻ 92-ൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് സ്വന്തമായിട്ടൊരു കാർ എടുത്തു. സ്വന്തമായിട്ട് അത് അംബാസഡർ. എനിക്ക് അന്ന് ക്രേസ് അംബാസഡർ ആയിരുന്നു. ഞങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പിന്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു കാർ എടുത്തു, പുതിയ കാർ. എത്ര വയസ്സിലാ, ഓർമ്മ ഉണ്ടോ? അതൊരു 30 വയസ്സ് 30 ആയിട്ട് കാണില്ല, 30 ആയിട്ടില്ല, അതിന് മുമ്പ് 30 മുമ്പ് എടുത്തു. ആ കാർ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, KL10 B848. എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു നമ്പർ. എവിടെയെങ്കിലും കാണാണെങ്കിൽ നമുക്ക് വാങ്ങിച്ചാലോ, വണ്ടി തിരിച്ചു വാങ്ങിച്ചാലോ? എത്ര വർഷമായി ഉണ്ടാവും, വണ്ടി ചിലപ്പോൾ ഉണ്ടാവും, 30 വർഷത്തിലധികമായി. കറക്റ്റ് നമ്പർ ഓർമ്മ ഉണ്ട്? ഒന്നും കൂടെ. ആദ്യം KL10 B848. എവിടെങ്കിലും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ഞാന് ഒരു അംബാസഡർ, വൈറ്റ് അംബാസഡർ. എനിക്ക് അംബാസഡറിനോടൊന്ന് ക്രേസ്. അന്ന് അംബാസഡറാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്, ടാക്സിയാണ് അംബാസഡർ, അല്ലാത്ത ഒരു അംബാസഡർ. എനിക്ക് അങ്ങനെ. അപ്പോൾ എനിക്ക് ഇതിന്റെ കൂടെ തന്നെ വേറൊരു ക്രേസ് ഉള്ളത് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അന്നത്തെ യാത്ര പറഞ്ഞാൽ വിദേശ യാത്ര അല്ലല്ലോ. ഊട്ടി പോവുക, കൊടൈക്കനാൽ പോവുക, മൈസൂർ പോവുക, ഇടയ്ക്കിടയ്ക്ക് യാത്രയാണ്. എങ്ങനെങ്കിലും ബസ്സിലെങ്കിലും തൂങ്ങിപ്പിടിച്ച്. അതിലൊരു കാറ് വാങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ ആഗ്രഹം അതായിരുന്നു, കാറും കൊണ്ട് ഊട്ടിയിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവാന്നുള്ളത്. വാങ്ങിയ ഉടനെ ഞാൻ എനിക്ക് എൻ്റെ മലപ്പുറത്ത് അത്ര ദൂരമൊന്നുമില്ല, 4 മണിക്കൂർ 5 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ ഊട്ടിയിലെത്തി. അന്നാണ് നല്ല ഇത്തിരി തണുപ്പുള്ള സമയം, ഇത്തിരി കോടൊക്കെ ഉള്ള സമയം. അപ്പൊ അന്ന് ഞാൻ എൻജോയ് ചെയ്ത യാത്രയായിരുന്നു. ഒരുപാട് കാലത്ത് ഒരു കാറൊക്കെ വാങ്ങാണ് ചെറുപ്പത്തില്, വാങ്ങാണ് ഊട്ടിയിലൊന്ന് ഡ്രൈവ് ചെയ്യണം. അപ്പൊ അന്ന് പാട്ടൊക്കെ വെച്ച് കോടമഞ്ഞിന്റെ ഇടയിൽ ഡ്രൈവ് ചെയ്ത് പോയത് ഇപ്പോഴും മറക്കാത്ത. അന്ന് പുതിയതാണോ വാങ്ങിയത്? പുതിയ കാറാ വാങ്ങിയത്. ലോണൊക്കെ കിട്ടാൻ വാങ്ങിയത് പുതിയ കാറാണ് അന്ന്, അംബാസഡർ വാങ്ങിച്ചു. അപ്പൊ അങ്ങനെ 848 ആ കാറ് വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നീട് ഞാൻ അത് കൊടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ് ഒരു കാറ് വാങ്ങിച്ചു. അത് പിന്നെ വാങ്ങുന്നത് 2002-ലാണ്. 2002-ലെ കാറ് ഞാൻ വാങ്ങുന്നത് ശ്രീ K. മുരളീധരൻ MP അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറുണ്ടായിരുന്നു. KL11 ആണത്. നമ്പർ എൻ്റെ അടുത്ത് വിട്ടുപോയി. വണ്ടി ഏതായിരുന്നു? അത് അംബാസഡർ. അത് വാങ്ങിച്ച് ആ കാറാണ് പിന്നീട് ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ കുറെ കാലം എനിക്ക് അംബാസഡറിനോടാണ് ഭ്രമം. പക്ഷെ അതിനിടയിലാണ് മാരുതിയൊക്കെ വരുന്നത്. മാരുതിയൊക്കെ അന്ന് ലക്ഷറിയാണ്. എനിക്ക് തോന്നുന്നു 92, 93-ലൊക്കെ തന്നെ ഈ മാരുതി വരുന്നത്. മാരുതി അന്ന് ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഉൾപ്പെടെ മാരുതിയാണ് അന്നത്തെ ഒരു താരം. മാരുതിയിലാണ് നായകൻ വരിക. മോഹൻലാൽ ഉൾപ്പെടെ മാരുതിയിലാണ് വരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തില് അപ്പോൾ മാരുതി എൻ്റെ അടുത്ത് 92-ൽ തന്നെ എനിക്ക് ഈ കാറുണ്ട്. പക്ഷെ എൻ്റെ മാരേജ് കഴിഞ്ഞത് 94-ലാണ്. അപ്പൊ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും മാരുതിയിലന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഒരു ഊട്ടിക്ക്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന്റെ മാരുതി ആണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു വണ്ടൂരുള്ള അന്ന് നമ്മുടെ വണ്ടൂർ അന്ന് പാർട്ടിയിലാണ്, ഇപ്പൊ മുസ്ലിം ലീഗാണ്, VK തങ്ങൾ എന്ന് പറയും. തങ്ങൾക്ക് അന്നൊരു കാറുണ്ട്. അന്ന് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട്. അത് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഉണ്ട്. അത് KC മുതലുണ്ട്. 92 ഒക്കെ ആകുമ്പോഴേക്ക് ഞാൻ കോൺഗ്രസിലൊക്കെ വന്നു. 92 വന്നപ്പോൾ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയി. അപ്പൊ ഈ അംബാസഡറിനോട്ട് ഭ്രമം വരാൻ തന്നെ കാരണം അന്നത്തെ രാജാക്കന്മാരും നേതാക്കന്മാരൊക്കെ അംബാസഡറിലാണല്ലോ. അത് അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഡൽഹിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പ് വരെ ഇപ്പോഴും അംബാസഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VIP ഉപയോഗിക്കുന്ന കാർ അതാണ്. നമ്മളൊരു VIP നിലയ്ക്കല്ല, അതിന് അംബാസഡറിനോട് ഭ്രമം. പിന്നെ അംബാസഡറിൽ തന്നെ അതിന് മാറ്റം നമ്മൾ എങ്ങനെ കാണും. കാരണം ഞാൻ ആദ്യം ഉണ്ടായിരുന്ന അംബാസഡർ എന്ന് പറയുമ്പോൾ ഊട്ടിക്ക് ഇങ്ങനെ കയറി പോകും, ഇടയ്ക്കിടയ്ക്ക് ഊട്ടി പോകും. നമുക്ക് അടുത്തായതുകൊണ്ട് ഒരു ട്രിപ്പ് ഇട്ട് ഊട്ടിയൊക്കെ പോകും. അതായത് ഊട്ടിയിലെത്തുമ്പോഴേക്കും ഒരു 5 തവണ 6 തവണ
ഞങ്ങൾ നിർത്തി, അതിന്റെ ബോണറ്റ് തുറന്ന് വെള്ളം പിന്നെ അവിടെ കിട്ടാണ്, അതെ 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 അരുവികളൊക്കെ വരുന്നുണ്ട്, അവിടെ നിന്ന് വെച്ചിട്ട് വെള്ളം അടിച്ച് അതിന്റെ റേഡിയേറ്റർ തണുപ്പിച്ചിട്ട് അതെ 4-5 തവണയാണ് നിന്നത്. അതെ ആ പക്ഷെ പിന്നീട് പോകുമ്പോഴൊക്കെ എഞ്ചിനൊക്കെ മാറ്റം വന്ന ഒന്നും വേണ്ട. അതുപോലെ തന്നെയാണ് ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തണുപ്പ്, ഡീസൽ കട്ടാവുന്ന പോലെ സ്റ്റാർട്ടാവാൻ പ്രയാസമാണ്. അപ്പൊ അതിലൊക്കെ മാറ്റം വന്നു. അതുപോലെ എഞ്ചിന്റെ കാര്യത്തിൽ പഴയ സമയത്ത് ഓർമ്മയുണ്ട് എനിക്ക്, എഞ്ചിൻ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ ഒരു സ്റ്റൈലാണ്, അങ്ങനെ പിടിച്ചിട്ട് കൈ കൊണ്ടൊക്കെ ഇട്ട് അങ്ങോട്ട് ഇട്ട് അങ്ങനെ സ്റ്റിയറിംഗ് ഗിയറാണ്. സ്റ്റിയറിംഗ് ഗിയർ എന്ന് പറയുമ്പോൾ രസം എന്നാണ്. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്ക് സൈഡിലേക്ക് തട്ടുന്നു, അപ്പൊ കൈയിന് ആശം വരും. അപ്പൊ നമ്മുടെ ഒരു ഡ്രീം തന്നെയാണ് ആ രീതിയിലുള്ള ഡ്രൈവിംഗ്. ഇപ്പോഴത്തെ ഡ്രൈവിംഗ് അങ്ങനെയല്ലോ. പിന്നീട് അത് മാറി. എനിക്ക് തോന്നുന്നു അംബാസഡറിലും അതുപോലെ താഴെ ഫ്ലാറ്റ് ഗിയർ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതൊക്കെ വന്നു. പക്ഷെ അന്ന് ജീപ്പിന് എനിക്ക് സംശയം ഫ്ലാറ്റ് ഗിയർ. ഞാനും ജീപ്പ് ഓട്ടായിരുന്നു. ജീപ്പിലാണോ പഠിച്ചത്? പഠിച്ചത് കാറ് തന്നെയാണെങ്കിൽ അത് ഒരുപോലെയാണ് ഉപയോഗിച്ചത്. ജീപ്പ് ഫ്രണ്ട്സിന് ജീപ്പുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ വൈതെറ്റി പോന്നിക്കണേ, പിന്നെ മാരുതി 800 തങ്ങളിരുന്ന് വാങ്ങിയിട്ട് ടൂർ പോയൊരു കഥ പോവാ. അപ്പൊ ജീപ്പിലാ പഠിച്ചത്? അല്ല, കാറിൽ തന്നെ പഠിച്ചെങ്കിലും ജീപ്പ് വന്നു. അന്ന് ജീപ്പാണല്ലോ കൂടുതൽ. പിന്നെ ജീപ്പ് ഓടിച്ചതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇന്നത്തെ പോലെ ജീപ്പ് ഒന്നല്ലോ. ജീപ്പ് കയറിയിരുന്നാൽ നമ്മൾ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ജീപ്പ് ഇളകും, നമ്മളിളകും, ആകെ ഒരു സ്റ്റിയറിംഗ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല. പക്ഷെ അതിന്റെ ഗുണം എന്താണെന്നറിയോ, ആ ജീപ്പിലെ ഡ്രൈവിങ് നമ്മൾ പഠിച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് കാറും ഡ്രൈവ് ചെയ്യാം. പിന്നെ നമുക്ക് ടെൻഷനില്ല. കാരണം അത് ജീപ്പ് നമ്മളെ കൺട്രോള് നിൽക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇതില് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സുഖം, പിന്നെ ഒരു എക്സ്പീരിയൻസ് ഏത് വെഹിക്കിളും. പിന്നെയുള്ള ഇപ്പോൾ നമ്മൾ വണ്ടിക്ക് ഓടിക്കുകയാണെങ്കിൽ എനിക്ക് റിസ്കേ തോന്നാറില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ജീപ്പൊക്കെ ഓടിച്ച്, ജീപ്പാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് അടിച്ചിട്ടാ പോവാ. 500D എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജീപ്പുകളാണല്ലോ, ഓപ്ഷനും ഇല്ല. ഓരോ ഓപ്ഷനും ഇല്ല. അത് ഭയങ്കര ഒരു ആവേശമാണല്ലോ അല്ലേ, ക്രൈസാണ് അന്നൊക്കെ. ഇന്നിപ്പോ മാരുതി കാണുമ്പോൾ ആളുകൾക്ക് ഒരു ജനറേഷന്റെ ഒരു മാറ്റം. ഇന്നത്തെ ഈ കാറുകളൊക്കെ എവിടെ എത്തി നിൽക്കുന്നുള്ളത്. ഇന്ന് മാരുതി കാണുമ്പോൾ ആർക്കും ഒരു പുതുമല്ല. പക്ഷെ അന്നൊരു മാരുതി എന്ന് പറയുന്നത്, മാരുതിയിൽ യാത്ര ചെയ്യുക, പിന്നെ മാരുതി സ്വന്തമായി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ലക്ഷറി ഇതൊക്കെ ആയിരുന്നു. പിന്നെ അംബാസഡറിന് ശേഷം എനിക്ക് തോന്നുന്നു, അംബാസഡറിന് ശേഷം പിന്നെ ഞാൻ 92 മുതൽ ഒരു 2004 വരെ അംബാസഡറാണ്. അന്ന് മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ അപ്പോൾ 2001 തന്നെ മത്സരിച്ചു. അപ്പോഴെനിക്ക് അംബാസഡറാണ്. പിന്നീട് 2004 ഞാൻ മന്ത്രിയായി. അപ്പൊ അതിനുശേഷം മന്ത്രിയാവുമ്പോൾ എനിക്ക് അന്ന് ഫോർഡിന്റെ ഒരു ഫോർഡ് ഐക്കൺ ആണ് അന്ന് ഉപയോഗിച്ചത്. പിന്നെ അതല്ലാതെ ചിലപ്പോൾ ഉപയോഗിച്ചിരുന്നത് കോണ്ടസ് ഉപയോഗിച്ചിരുന്നോ? കോണ്ടസിൽ യാത്ര ചെയ്തു. കോണ്ടസ് എനിക്ക് ഇഷ്ടമുള്ള യാത്ര ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ കോണ്ടസ് ഇല്ല. ഇപ്പൊ കോണ്ടസ് അംബാസഡർ പത്മിനിയൊക്കെ അല്ലേ, മോഹവിലാണ്. ഞാൻ അംബാസഡറും പത്മിനിയൊക്കെ എടുത്ത് കൊടുക്കാതെ വെച്ചിട്ടുണ്ട്. കോണ്ടസ് എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. അതിനൊക്കെ പറയുന്നത് ഇല്ലല്ല, കോണ്ടസ് ഉണ്ട്, പക്ഷെ കളക്റ്റീവ് കാർക്ക് മാറി. ആളുകൾ ആരും കിട്ടിയാ പിന്നെ കൊടുക്കണില്ല. കോണ്ടസ് എന്ന് പറഞ്ഞാൽ കോണ്ടസിന്റെ ഫ്രണ്ട് നല്ല നീളാണ്. അന്ന് എന്റെ സ്വഭാവം തരും. ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഒരു സമയത്ത് ഞാൻ ഉറങ്ങില്ല. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്, ഡ്രൈവർക്ക് ഒരു സ്വസ്ഥത കൊടുക്കൂല. ഇടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊരു കോൺഫിഡൻസ് കുറവാണ്. പിന്നെ ഞാൻ തന്നെ നല്ല ഡ്രൈവർ എന്നുള്ളൊരു തോന്നലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഡയറക്ഷൻ കൊടുക്കും. അത് അങ്ങോട്ടാണ് വണ്ടി പോകുന്നത്. ബ്രേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു എത്ര സമയം ബ്രേക്ക് ഔട്ടെന്ന് പറയാൻ പറ്റില്ല. ബ്രേക്ക് ഔട്ടിൽ എൻ്റെ ഇതാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു ഗുണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ 2005 ഈ കോണ്ടസ് ഞാൻ മറക്കില്ല. അപ്പോൾ കോണ്ടസ് അന്ന് എറണാകുളത്ത് വെച്ച് എൻ്റെ വണ്ടിയല്ല, അപ്പോൾ കോണ്ടസ ടൂറിസം വണ്ടിയാണ്. അപ്പോൾ ടൂറിസം വെഹിക്കിൾ അപ്പോൾ ഇവിടുന്ന് അയച്ചു തന്നത് കോണ്ടസയുടെ വണ്ടിയാണ്. അടുത്ത് പോവാണ്. ഡ്രൈവർ എൻ്റെ ഡ്രൈവറല്ല, ടൂറിസത്തിൻ്റെ ഡ്രൈവറാണ്. അപ്പം അങ്ങനെ ഒരു ചാറൽമഴ ഉണ്ട്. തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരിക്ക് പോവാണ്. ആ പോകുന്ന ഇടയിൽ ഞാനങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഇപ്പോഴാ ഡിവൈഡർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വടക്കാഞ്ചേരി ഡിവൈഡർ, റോഡിന് നടുവിലൂടെ. അപ്പോൾ ഞാൻ ദൂരം കണ്ടപ്പോഴേ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, ഡിവൈഡർ ഉണ്ടേ നോക്കിക്കോണേന്ന്. പുറകിലിരുന്ന് ഞാൻ പറയുന്നത്, ഫ്രണ്ടിൽ എൻ്റെ ഗൺമാൻ ഉണ്ട്. പുറകിലുണ്ടെങ്കിലും ഞാൻ ശ്രദ്ധ അവിടെ. അതിപ്പോഴും എൻ്റെ ഒരു സ്വഭാവങ്ങളിലൊന്നാണ്. ഞാൻ വല്ലാതെ ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, ഡിവൈഡർ ഉണ്ട്, ഓക്കെ, ഞാൻ ഡയറക്ഷൻ കൊടുത്തല്ലോ, അപ്പോൾ എന്തായാലും ഡ്രൈവർ ശ്രദ്ധിക്കണമല്ലോ, തീർച്ചയായിട്ടും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ.
പിന്നെയും പോവാണ്, ചെറിയ മഴയുണ്ട്. എന്തോ ഡ്രൈവർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്താ അറിയില്ല. അടുത്തെത്തിയപ്പോഴും എനിക്ക് പിന്നെ വീണ്ടും എനിക്കൊരു കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു ഡിവൈഡർ ഉണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ കക്ഷി എന്തോ അറിയില്ല, കേട്ടിട്ടും എന്തോ അറിയില്ല, നേരെ ചെന്നിട്ട് ഞാൻ ഡിവൈഡർ ഉണ്ട് അതിന് ഇടിച്ചോണം എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നേരെ ചെന്നങ്ങ് ഇടിച്ചു. എനിക്ക് പറ്റിയ അപകടം അതാണ്. ശരിയാ, ഇത്രയും കാലത്ത് എനിക്ക് പറ്റിയ ഒരു അപകടം എന്ന് പറയാവുന്ന അതാണ്. നേരെ ചെന്നിട്ട് ആ ഡിവൈഡർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഡിവൈഡറിനെ മാറിപ്പോകാനുള്ള ഡയറക്ഷൻ അല്ല, ഞാൻ ഡിവൈഡറിനെ ചെന്ന് ഇടിച്ചോണം എന്ന് പറയുന്ന രീതിയിൽ ഡ്രൈവർ ചെന്ന് ഒറ്റ ഇടിയാണ്. പക്ഷെ അതിന്റെ ഗുണം എന്താ അറിയോ, ഞാനത് മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിലെ സീറ്റിലും പിടിച്ചു, ബാക്കിലും പിടിച്ചു. ഞാൻ ഒറ്റ ഇരുത്തം ഫുൾ ഫോഴ്സ് കൊടുത്തിട്ട് തെറിച്ച് ബോധരിക്കാനുള്ളതില്ല ഞാൻ കൊടുത്തത്. ഞാൻ പിടിച്ചിരുന്നത്, ഇടിച്ചു, വണ്ടിക്ക് നിന്നു. അതാണ് ഈ കോണ്ടസേം മറക്കാത്തത്. അതിന്റെ ഫ്രണ്ട് അത്ര ഉള്ളതുകൊണ്ടാണ് നമ്മൾ കിട്ടിയത്. രക്ഷപ്പെട്ടു. അപ്പോൾ അതിനകത്ത് വെച്ചാൽ ഇപ്പോഴും ഞാൻ ആ പടം മറക്കില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് അവൻ തിരിഞ്ഞു നോക്കുന്നു, ഡ്രൈവർ തന്നെ. അവന്റെ പേടി എനിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള രീതിയിലാണ് ഡ്രൈവർ നോക്കും. അപ്പം നോക്കുമ്പോൾ ഞാനങ്ങ് പേടിച്ചു. അവന്റെ മുഖത്തുനിന്ന് ഈ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ട് ഇവിടുന്ന് ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. അവനെപ്പോഴും അവന്റെ ടെൻഷൻ എന്താ വെച്ചാൽ അവൻ കൊണ്ട് ഇങ്ങനെ അബദ്ധം ചെയ്യിച്ചാൽ എനിക്കൊന്നും പറ്റും. എനിക്ക് അപ്പൊ ഫ്രണ്ടില് രാജശേഖരൻ എന്നിട്ട് അന്ന് എന്റെ ഗൺമേൻ തോന്നും. അപ്പൊ കക്ഷി പിന്നെ അവിടെ മിണ്ടുന്നില്ല, ഇടി കൊണ്ടിട്ടേ മുട്ടിടിച്ചിട്ട്. എന്റെ കൂടെ എന്റെ പിയ്യുടെയും കാലം ഒന്ന് ഇടിച്ച്. അവസാനം ഇവര് 3 പേര് ഇറങ്ങുന്നില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ആദ്യം ഗൺമേനെ ഇറക്കി, ഡ്രൈവറെ ഇറക്കി. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വടക്കാഞ്ചേരി ഒരു ചായക്കട ഉണ്ട് അടുത്ത്. അപ്പോഴേക്കും 1-2 ആൾ ഓടി വന്നു. ഇത് 2-3 പേര് ഞാൻ ഇറക്കിയിട്ടാണ് ഇറങ്ങുന്നത്. പൊതുവെ ഡ്യൂട്ടി ഗൺമാൻ വന്ന് മിനിസ്റ്റർ ഒന്നും പറ്റുമോ നോക്കി ഇറക്കേണ്ടതാണ്. അവർ ഈ ഷോക്കില് ഈ കാലങ്ങ് ഇടി തറ്റോടി അതായി. അതിന് 3 പേര് ഞാൻ ഒരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി ഹോസ്പിറ്റലാക്കിയിട്ടാണ് ഞാൻ വേറെ വണ്ടി എടുത്തന്ന് മലപ്പുറത്തേക്ക് പോയത്. ഇത്രയും കോൺസെൻട്രേറ്റ് ആയി ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അത് തട്ടിയത് അറിഞ്ഞതും നിങ്ങൾ സേഫ് ആവും, ഇവരെ ആ രീതിയിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടും ഈ ക്രൈസ് ഒക്കെ ഉള്ളതുകൊണ്ടുള്ള. കോൺഗ്രസ് സാറ വണ്ടി അല്ലായിരുന്നു, പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടി. മിനിസ്റ്റർ ഉപയോഗിക്കുന്ന സ്ഥിരം വണ്ടി ഉണ്ടായിരിക്കും. അങ്ങനെ വണ്ടി ചില സമയത്തൊക്കെ നമുക്കത് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ അന്നേരം എവിടെയാണോ ഉള്ളത് വെച്ചാൽ ഇവിടെ അറിയിച്ചു കഴിഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വെഹിക്കിൾ അറേഞ്ച് ചെയ്യും. അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയാണ്, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടി. അപ്പൊ അന്ന് മാരുതിയിൽ ഊട്ടിക്ക് ടൂർ പോയി. വീണ്ടും അവിടേക്ക്. അല്ലെങ്കിൽ എനിക്ക് ചീത്ത ആൾക്കാർ പറയും നീ അടി കയറി, ഞാനിതൊക്കെ അനുഭവിക്കുന്നത്. ആ കഥയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ചോദ്യം ഞാൻ പറയുന്നത്. അപ്പോ അന്ന് മാരുതിയുടെ ഒരു പ്രത്യേകത പറയാം. ഇപ്പൊ ഞാൻ മാരുതിക്കാണ് പോകുന്ന റോഡിലൂടെ കാണും. ആർക്കെ ഈ പുതിയ തലമുറയ്ക്ക് എന്താ മാരുതി? പക്ഷെ ഒരു കാലഘട്ടത്തിലെ ജനറേഷനെ ത്രസിപ്പിച്ച, ആവേശം കൊള്ളിച്ച, കോളേജ് ക്യാമ്പസിൽ നായകൻ ഇത് കൊണ്ടുപോയി കഴിയുമ്പോഴുണ്ടാവുന്ന ഒരു ആവേശം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മെഗാ സ്റ്റാറുകൾ ഉൾപ്പെടെ ചെന്ന് ഇറങ്ങുന്നത് ഇപ്പൊ നമുക്ക് ആലോചിക്കാൻ പറ്റും. ഒരു സ്റ്റാർ മാരുതി പോയി ഇറങ്ങുന്നത് അന്നത്തെ ഒരു കാലഘട്ടം. ആ കാലഘട്ടം അന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ മാരുതി, പ്രീമിയർ, പത്മിനി അന്ന് ഡോക്ടേഴ്സ് മാത്രം ഉപയോഗിക്കും. പിന്നെ അംബാസഡറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ടാക്സി വണ്ടി അംബാസഡറാണ്, പക്ഷെ VIP വണ്ടി അംബാസഡറാണ്. അന്ന് മഞ്ഞ പെയിന്റ് അടിച്ച് ഓടുന്ന ടാക്സി, ബ്ലാക്ക് ആൻഡ് യെല്ലോ ആണ്. മുകളിൽ യെല്ലോ പെയിന്റ്, മറ്റേ ബ്ലാക്ക് ടാക്സിയാണ്. അതും അംബാസഡറാണ്. VIP ചീഫ് മിനിസ്റ്റർ പോകുന്ന വണ്ടി അംബാസഡർ. അങ്ങനെ ഒരു ജനകീയത ഇവിടെ, അങ്ങനെ ഒരു വണ്ടിക്ക് എനിക്ക് തോന്നുന്നു വണ്ടികളുടെ ഇടയിൽ അംബാസഡറിന് കിട്ടിയ പോലെ ഒരു ജനകീയത വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഇവിടെ ചെറിയൊരു സാധാരണക്കാരും ഉപയോഗിക്കും, അല്ലാത്തവരും ഉപയോഗിക്കും. ഇവിടെ ചെറിയൊരു മോട്ടിവേഷൻ കൊടുക്കാണ്ട്. അതായത് അംബാസഡർ ഇത്രയും തരംഗമായി നിന്നിരുന്നൊരു വണ്ടി ഇപ്പൊ മാർക്കറ്റിൽ ഔട്ടായി. അതിന്റെ ഒരു കാരണം സാറ് ചിന്തിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അംബാസഡറിൽ ചെറിയ ചെറിയ മാറ്റം മാത്രമേ അവർ വരുത്തിയുള്ളൂ. അപ്പൊ അവര് മാർക്കറ്റിൽ ശരിക്കും അംബാസഡർ നല്ല, പിന്നെ ബോഡി എല്ലാം നല്ല സ്ട്രോങ് ആണ്, പൊട്ടൻഷ്യൽ ഉള്ള വണ്ടിയാണ്, ഒക്കെയാണ്. പക്ഷെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഒരു സഞ്ചരിച്ചില്ല. ഇല്ല, അതാണ് പോയിന്റ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കണം. നാട് ഓടുമ്പോ നടുവ് ഓടിയപ്പോ കാര്യമില്ല, മുന്നിൽ ഓടണമെന്നാണ്. നമ്മള് പഴയ സങ്കല്പ മാരുതി ആയിരുന്നു നല്ലത്, അംബാസഡർ ആയിരുന്നു നല്ലത്, പുതിയ ജനറേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പത്തെ ഒരു ചേഞ്ച് കൊടുക്കണം, അപ്ഡേഷൻ വേണം. റീസെന്റ് ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു മാരുതി അല്ല അംബാസഡർ വീണ്ടും ഇറക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു കാറിന്റെ. പിന്നെ ഇന്നോവയിലോട്ട് വന്നല്ലോ അല്ലേ? ഇന്നോവയിലോട്ട് വരുന്ന ഏത് വർഷ? ഇന്നോവയിലേക്ക് ഞാൻ വരുന്നത് കാരണം 2000 ഫസ്റ്റ് കാണുന്ന ഇന്നോവയിൽ ആവോ. അതെന്താ കാര്യം വെച്ചാല് പിന്നെ 2011 ഇത് കഴിഞ്ഞ് 2006 വരെ
മിനിസ്റ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വെഹിക്കിളിന്റെ ഒരു 2006 to 2011 എനിക്കൊരു അത്ര ക്ലിയർ ആയിട്ട് ഓർമ്മ കിട്ടും. ഒന്നില്ലെങ്കിൽ സ്വിഫ്റ്റ് അല്ലെങ്കിൽ അംബാസഡർ. 2011 to 2016 മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പിന്നെ വെഹിക്കിള് ഉണ്ടല്ലോ, അപ്പൊ എനിക്കൊരു സ്വിഫ്റ്റേ ഉള്ളൂ. സ്വിഫ്റ്റാണ് ഉണ്ടായിരുന്നത്. അത് വീട്ടില് ഫാമിലിക്ക് ഉപയോഗിക്കാൻ. ഗവൺമെന്റ് വെഹിക്കിൾ ആയിരുന്നു. അല്ല, അന്ന് 2011 ഇന്നോവ ആയിരുന്നു. ഇന്നോവ ആണ്. അപ്പൊ പിന്നെ അത് തന്നെ 2011 സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും 2012, 2013 ഒക്കെ ആകുമ്പോഴേക്കും ഇന്നോവ ആയിരുന്നു. അങ്ങനെ 5 വർഷം ഞാൻ ഗവൺമെന്റ് വെഹിക്കിൾ ഉള്ളതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് സ്വിഫ്റ്റ് മാത്രമേ ഉള്ളൂ. സ്വിഫ്റ്റ് 800. പിന്നെ വാങ്ങിച്ചത് ഒരു സെക്കൻഡ് ഹാൻഡ് ഇന്നോവ 800, മാരുതി 800 ആണ്. സ്വിഫ്റ്റിന്റെ നല്ലൊരു ഇതുണ്ടല്ലോ, സ്വിഫ്റ്റ് ഡിസയർ. സ്വിഫ്റ്റ് ഡിസയർ ആയിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2016 ഞാൻ ഇന്നോവ സ്വന്തമായിട്ട് വാങ്ങുന്നത്. അതും പുതിയതല്ല, സെക്കൻഡ് സെക്കൻഡ്. എനിക്കങ്ങനെ പുതിയത് വേണമെന്നുള്ള ഭ്രമൊന്നും. വണ്ടി നന്നായിരിക്കണം, യാത്രകൾ. ഇപ്പൊ പറഞ്ഞ വിശ്വസിക്കില്ല, ഞാൻ 2016 എടുത്ത അതേ ഇന്നോവയാണ് 2026 അന്ന് ഇന്നോവ എടുക്കുന്ന ടൈമില് എന്നോട് ഡിസ്കസ് ചെയ്തിരുന്നു. ഞങ്ങളൊന്ന് നോക്കിയത്, അപ്പൊ സാറിന്റെ അടുത്തുനിന്നൊരു വണ്ടി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ 26 ഞാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഇന്നോവ പോയി. ആ ഇന്നോവ ഉപയോഗിക്കുന്നതിന് കുറച്ചേ ഉള്ളൂ ഉണ്ട്. പക്ഷെ ഇന്നോവ മാറി ക്രിസ്റ്റ വന്നു, ക്രിസ്റ്റ മാറി ഹൈക്രോസ് വന്നു. ഇന്ന് ഞാൻ സാറ് വന്നപ്പോ പറഞ്ഞു ഇനി നമുക്ക് ഇന്നോവ മാറ്റിയിട്ട് ഹൈക്രോസ് ആക്കാനായി. അല്ല, ഇതിപ്പോ എന്താ വെച്ചാലേ വണ്ടിയുടെ കാര്യത്തിൽ ഇപ്പൊ 10 വർഷം എന്നുള്ള കാലാവധി അല്ല എനിക്ക് തോന്നുന്നു വണ്ടിയുടെ കാര്യത്തിൽ ഒരു അതില്ല. എത്ര ഓടി എന്നുള്ളതാണ്. പക്ഷെ എൻ്റെത് 5 ലക്ഷം ഓടി. 5 ലക്ഷം ഓടി ഈ യാത്ര. ഇനി 5 ലക്ഷം ഓടിയിട്ട് ഞാനത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു വാഹനങ്ങളുടെ കാര്യത്തിൽ ഹൈക്രോസ് എടുക്കല്. അല്ല, എനിക്ക് പറയാല്ലേ, എനിക്ക് ഇപ്പോ ഇന്നോവ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഇന്നോവ അല്ലാത്തൊരു മറ്റൊരു വാഹനത്തോട് എനിക്ക് താല്പര്യമില്ല. അത് അംബാസഡറും ഇത്തിരി ഉയരമുള്ള വണ്ടിയാണ്. സാധാ മറ്റു വണ്ടികളിൽ നിന്ന്, കാറുകളിൽ നിന്ന് അംബാസഡർ ഉയരമുള്ള വണ്ടി ആദ്യം മുതൽ ഉപയോഗിച്ച് ഇപ്പോഴും ഇത് ഇത്തിരി ഉയരമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പൊതുവെ ഇന്നോവയോടാണ്. ക്രിസ്റ്റയിൽ യാത്ര ചെയ്തിട്ടില്ലേ? ക്രിസ്റ്റല് പിന്നെ എല്ലാവർക്കും സുഹൃത്തുക്കൾക്കൊക്കെ. ഞാൻ സത്യത്തിലില്ലേ അല്ലേട്ടന് ഇങ്ങനെ വണ്ടി പ്രാന്തില്ലേ ഞാൻ കരുതിയിട്ടില്ല. കാരണം നിങ്ങൾ ഒരു ഇന്നോവയിൽ തന്നെ നിൽക്കുന്നു, വേറെ പുതിയത് മാറ്റണില്ല. ഞാൻ തന്നെ ഇടയ്ക്ക് ഇവരോടൊക്കെ ചോദിക്കലുണ്ട്, ഒരു വണ്ടി മാറ്റി ഹൈക്രോസോ ക്രിസ്റ്റയിലോട്ടോ ഒക്കെ പോക്കൂടെ. അപ്പോൾ ഇത്ര ഒരു കോണ്ടസ്, അംബാസഡർ, മാരുതി 800 ആ കാലഘട്ടം മുതൽ തന്നെ വണ്ടി പ്രാന്തിൽ വന്ന ഒരാളാണ്. ഇനി ഒരു ഡ്രീം വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അങ്ങനെ ഒരു വണ്ടി ഇപ്പൊ ഉണ്ടോ, അതോ കാലം മാറിയ? അല്ല, ഇപ്പൊ നല്ല ഒരുപാട് വാഹനങ്ങളിൽ ഇപ്പോ നമ്മുടെയൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴും കാണുന്ന വാഹനങ്ങളൊക്കെ നല്ല സൗകര്യമുള്ള തന്നെയാണ്. ഡ്രീം വെഹിക്കിൾ എന്നുള്ള എനിക്കതിൽ ഇപ്പോൾ തന്നെ താല്പര്യമുള്ളൂ. എനിക്ക് എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു റോഡ്, നമ്മുടെ ഒരു ടെറൈൻ ഇതൊക്കെ വെച്ച് യാത്ര ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഇത്തിരി നല്ലതായിട്ട് തോന്നുന്നത് ഇന്നോവ തന്നെയാണ്. ഇന്നോവയുടെ ഇന്നോവ തന്നെയാണ്. അവിടെ തന്നെ എനിക്ക് തോന്നുന്നു. വാഹനങ്ങൾ വേറെ പലതും ഉണ്ട്, അതിനേക്കാൾ നല്ല വാഹനങ്ങൾ. ഇപ്പൊ വരുന്ന വഴി ഞാൻ വെൽഫെയറിന് വെൽഫെയർ ഞാൻ KPC പ്രസിഡന്റ് ഉണ്ടായിരുന്നു. വെൽഫെയറിന്റെ വണ്ടിയെ കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായം. നിങ്ങളെ പോലത്തെ ആളുകൾക്ക് യാത്ര ചെയ്യാനൊക്കെ കംഫർട്ടബിൾ ആണ്. പക്ഷെ ഭയങ്കര ഇതാണ്, എക്സ്പെൻസ് ആണ്. 1 കോടി രൂപ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. അത് ഡ്രീം ആയിട്ട് തന്നെ കിടക്കേണ്ടതാണ്. സാധിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാലോ. ഞാനൊരു കാര്യമാണ് ചോദിക്കട്ടെ. ഇപ്പൊ അല്ലേട്ട ഒരുപാട് കാലമായിട്ട് രാഷ്ട്രീയത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്ത്രിയായി, MLA ആയി, അതിന് മുന്നേ KSUവിൻ്റെ നേതാവായി, ചെറുപ്പകാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും കാലം സഞ്ചരിച്ച് ഇപ്പോൾ എത്തി നിൽക്കുന്ന സമയത്ത് അനിലേട്ടൻ്റെ എന്താണൊരു അഭിമാന നിമിഷം, തോന്നിയൊരു നിമിഷം? അതേപോലെ ഈ ജീവിതത്തിൽ ഇത് വേണ്ട, ഒരു സംരംഭകനാകാമായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരു ജോലി തേടിയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിയ നിമിഷം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, രാഷ്ട്രീയത്തില് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അത് ചെറുപ്പം മുതലായല്ലോ. KSUവിലൂടെ വന്ന് ഇങ്ങനെ പോകുന്നത് ഇതിനകത്ത് തന്നെ നിൽക്കുകയല്ലേ. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ 92 കാറ് വാങ്ങിയെന്ന് പറയുന്നത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെയാണ്. അപ്പോൾ അതിന് ആൻസർ ഇതിനകത്തുണ്ട്. എനിക്ക് ആദ്യം എന്തെങ്കിലും ഏൺ ചെയ്യണം. അതായത് ബിസിനസ് ആയാലും നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ പോകണം, അതിനകത്ത് ഏത് കാര്യത്തിലായാലും എന്നുള്ള ചിന്ത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചില ബിസിനസ്സും കാര്യമൊക്കെ ചെറുപ്പം മുതലേ ചെയ്യുന്നുണ്ട്. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ അധികം LIC ഏജന്റ്മാരായിരുന്നു. എന്നെ കൂടി ജസ്റ്റ് മുമ്പുള്ള ഒരു ജനറേഷൻ. അത് അവർക്കൊരു വരുമാനമാണ് LIC. പിന്നെ ഇങ്ങനെ നടക്കുമ്പോഴും
ഒരു വരുമാനം ഇല്ലാതെ നടക്കുമ്പോഴുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ പേര് LIC ഏജന്റുമാർ അങ്ങനെ രീതിയിൽ സമ്പാദിക്കും. എങ്ങനെ വന്നാലും രാഷ്ട്രീയക്കാരാകുമ്പോൾ ചീത്തപ്പേര് വെറുതെ പറയും, എന്തെങ്കിലും പറയും. പക്ഷെ അങ്ങനെ ഇരുന്ന് അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് ആളുകൾ എനിക്കറിയാം. പക്ഷെ ഞാൻ അതിലും കൂടി കുറച്ചും കൂടി പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി അല്ലാത്ത രീതിയിലും ഇത്തിരി കോൺട്രാക്ട് വർക്ക് കാര്യങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് KUC ആകുമ്പോൾ യൂത്ത് കോൺഗ്രസ് ആകുമ്പോൾ ചെറിയ രീതിയിലാവുക കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കാറ് വാങ്ങുന്നത്. നല്ല രീതിയിൽ അടവിട്ടിരുന്നു. പക്ഷെ അഡ്വാൻസ് കൊടുക്കാനുള്ള പണമൊക്കെ എനിക്ക് ഉണ്ടായത് അന്നത്തെ കാലത്ത് ഉണ്ടായത് എനിക്ക് ഈ കോൺട്രാക്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ വാങ്ങി. പിന്നെ അത് ഞാൻ ഏതാണ്ട് MLA ആവണ വരെ ഉണ്ടായിരുന്നു. അല്ലാതെ ഫുൾ ടൈം മറ്റൊന്നും ഇല്ലാതെ പോകുന്നതിന് എനിക്കിപ്പോഴും യോജിപ്പില്ല. പുതിയ തലമുറ ആയാലും രാഷ്ട്രീയത്തിലേക്കാണ് എവിടെ വരുന്നവരാലും ശരി, അവർക്ക് പിന്നെ MLA MP ആയി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. അത് ഇത് പോയി കഴിഞ്ഞാൽ അതിന് വലിയ വിമർശനം വരും. ഇപ്പൊ ഞാനൊരു വർക്ക് ചെയ്ത് നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് ഇല്ലാത്ത, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് വലിയ വിമർശനം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വരുന്നത് വരെയെങ്കിലും നമുക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ജീവിക്കാനുള്ള ഒരു മാർഗം എന്തെങ്കിലും തൊഴിൽ ഉണ്ടാവുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ആ രീതിയിൽ ഉണ്ടായി. ഈ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണോ? എപ്പോഴെങ്കിലും രാഷ്ട്രീയം ഞാൻ നിർത്തുകയാണ് മതിയായി എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞങ്ങളൊക്കെ രാഷ്ട്രീയം തുടങ്ങുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഒരു അലങ്കാരികമായിട്ട് പറയല്ല. ഞാനൊക്കെ KSUവിൻ്റെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു MLA ആവുക എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്തുകൊണ്ടറിയോ? അന്നത് ആഗ്രഹിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. അതൊക്കെ എങ്ങനെയൊക്കെ MLA ആവാൻ പറ്റാൻ ആഗ്രഹിക്കാവോ? ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ട്. അതൊരു മോശമായിട്ട് ഞാൻ കാണുന്നില്ല. അത് അവര് പെട്ടെന്ന് എന്തും പിടിച്ചെടുക്കണം എന്നുള്ള ഇപ്പോഴത്തെ ജനറേഷൻ. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പഞ്ചായത്ത് ഇലക്ഷനും അല്ലെങ്കിൽ മറ്റൊന്നല്ല, അതിനപ്പുറത്ത് ഫസ്റ്റ് MLA ആവാൻ പറ്റുമെന്ന് ആലോചിക്കും. അതൊരു മോശമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കാറില്ല. അപ്പോൾ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു തലത്തിലേക്ക് MLA ഒക്കെ ആവാ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ആവുന്നത്. അപ്പൊ അത് വളരെ വലിയ അംഗീകാരമാണ് പാർട്ടി തന്നത്. അതുകൊണ്ട് സന്തോഷം തന്നെയാണ്. ഇല്ലില്ല, എല്ലാ രീതിയിലും പാർട്ടി അംഗീകാരം തരുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ ഭാഗമായിട്ട് പോകും. എനിക്ക് പേഴ്സണലി അറിയാലോ, ഞങ്ങളെ മണ്ഡലത്തിലായതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കണത് മനസ്സറിഞ്ഞ് നിങ്ങൾ ആരെയും ഒരു സങ്കടപ്പെടുത്താത്തൊരു വ്യക്തിയാണ്. ഇപ്പം ഈ വന്നിരിക്കുന്നതും അതുകൊണ്ടാവാം, എത്രയോ തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് കൂടി ചോദിക്കുക, ഇതൊക്കെ ചെയ്താലും രാഷ്ട്രീയമാണ്. ഇപ്പം നമ്മൾ എതിർ പാർട്ടി ഉണ്ടാവും, 4-5 പാർട്ടികളുണ്ടല്ലോ, എന്തായാലും പരസ്പരം വിമർശിക്കും. വിമർശനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടാവാറുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ എന്തായാലും വിമർശനം കേൾക്കണം. ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടല്ലോ, ഈ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് രീതിയിൽ വിമർശിക്കാൻ പറ്റും എന്നുള്ളത് നോക്കി ഇതിനകത്ത് വന്ന് ഇടും. അപ്പോൾ അത്ര വിമർശനങ്ങൾ ഞാൻ കാര്യമാക്കി എടുക്കാറില്ല. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാതെ പോകുമ്പോൾ ചില വിമർശനങ്ങൾ അവൾ നടത്തുമ്പോൾ ഞാനത് ഉൾക്കൊള്ളാറ്. വിമർശനം നടത്തി എന്നുള്ളത് കൊണ്ട് എനിക്കൊരു വിരോധം തോന്നാറില്ല. പക്ഷെ ആ വിമർശനത്തിൽ ആത്മാർത്ഥമാണ്. അത് നമുക്ക് തിരുത്താനുള്ളതാണെങ്കിൽ നമ്മൾ തിരുത്തുക. അതിനകത്ത് പിന്നെ വിമർശിച്ചവനോട് ദേഷ്യപ്പെടുക, അതൊന്നും എൻ്റെ ഒരു ഇതിലുണ്ടായിട്ടില്ല. പിന്നെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്ന ആളുകളുണ്ട്, അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവും, അല്ലാത്ത കാര്യമുണ്ട്. അതൊക്കെ ഞാൻ ഗൗനിക്കാറില്ല. കാരണം അത് ഗൗനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാണ് ഇതാവുക. അത് നമ്മൾ അതിനകത്തൊരു പിന്നെ പ്രയാസവും നമ്മളത് ക്യാരി ചെയ്ത് കൊണ്ടു നടക്കണം. നമ്മുടെ BP കൂട്ടണം. എന്തിനത് BP കൂട്ടുന്ന ശരീരം? അല്ലാതെ നമുക്ക് ഉള്ളിൽ തട്ടിയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ അതൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ മനസ്സിനെങ്ങനെ വേദനിപ്പിച്ചിട്ട് നമ്മളത് ശരീരം മനസ്സും ഒരുപോലെ പ്രയാസപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ. ഇത് വലിയൊരു ഉപദേശം. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഒരു കമന്റിൽ നെഗറ്റീവ് വരുമ്പോഴത്തേന് ഞാൻ ടെൻഷനാണ് ആളാണ്. പക്ഷെ ഇപ്പൊ കുറെ ആയിട്ട് ഞാനും റെഡി ആയി. പക്ഷെ അധികം ആൾക്കാരൊന്നും നെഗറ്റീവ് പറയാതെ ഇതുവരെ പോന്നിട്ടുണ്ട്. അല്ല, അങ്ങനെ ചിന്തിക്കരുത്. നമ്മള് ഇപ്പോ പഴയ ആളല്ല, ഇപ്പോ ഒരുപാട് മാറ്റം വരും. പഴയ അന്ന് തുടങ്ങിയ ഒരു ചെറിയ സ്ഥാപനം, അന്നൊരു ഷർട്ടും ഒരു മുണ്ടോട്ട് വന്ന ആളല്ല എന്റെ മുന്നിലിരിക്കുന്നത്. അപ്പോ അത് വരുമ്പോൾ ഇനി വിമർശനമൊക്കെ വരും തീർച്ചയായിട്ടും. പക്ഷെ ആ വിമർശനം വരുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, അത് ആ രീതിയിൽ എടുക്കാവൂ. വിമർശനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് വേണം. വിമർശിച്ചു എന്നുള്ള പേരിൽ ഒരു വിരോധം തോന്നേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം വിമർശിച്ച ആളോട് നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇന്നത്തെ ഭൂരിഭാഗം വിമർശനങ്ങളും വിമർശിക്കാൻ വേണ്ടിയുള്ള വിമർശനങ്ങൾ, അത് നമ്മൾ അവഗണിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ കൊണ്ടേ പോകും. നമ്മുടെ മുന്നോട്ടുള്ള മൂവ്മെന്റ്സിനൊക്കെ അത് ബാധിക്കും, തടസ്സപ്പെടും. പിന്നെ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴായിരിക്കും ഇത്തരം കാര്യങ്ങൾ നെഗറ്റീവ് വരിക. അപ്പൊ നമ്മൾ അതിനുള്ള കോൺസെൻട്രേഷൻ.
അത് പറഞ്ഞ് എങ്ങനെയാണല്ലോ പിന്നെ അടുത്ത് നമ്മുടെ മുന്നിൽ ഒരാൾ വരും, അയാൾ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല, അയാൾ പറയുന്നത് ഹിയർ ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതിലേക്ക് കൊടുക്കാറില്ല. ഏറ്റവും പ്രശസ്തമായ ഒരു വാചകമാണല്ലോ ഈ സമയം കടന്നു പോകുന്നുള്ളത്. നമുക്ക് തോന്നുന്നത് ആ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിൻ്റെ ബഹളം പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവലിൽ പിന്നെ പൊളിറ്റിക്കൽ ഫീൽഡ് ആണെങ്കിലും ഏത് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെയാണല്ലോ വരുന്നത്. ബ്രേക്കിങ്, അത് ഇത് വാർത്ത. ഈ സമയം കടന്നു പോകും, ആ സമയം നാളെ നല്ലൊരു സമയമുണ്ട്. അവർക്കും അതിന് വേണ്ടി അധികം സമയം ചെലവഴിക്കില്ല. കാരണം ഇത് ചെയ്യുന്നവർക്കൊക്കെ അവർക്ക് കഴിയുമ്പോൾ എത്ര സമയം ഇതിനകത്ത് ജനങ്ങൾ കാണും. അപ്പൊ അത് കഴിയുമ്പോഴേക്കും അവർ അജണ്ട മാറ്റും. അപ്പൊ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ശാന്തമായിട്ട് വെയിറ്റ് ചെയ്യുക. മനസ്സിനകത്ത് ചിലപ്പോൾ നമുക്ക് പ്രയാസം തോന്നും, പ്രയാസം നമ്മളങ്ങ് ഉൾക്കൊള്ളണം. പ്രയാസം തന്നെയാണ് ഇത്, നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അത് തോന്നുമെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യുക. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ ഒരു ഇഞ്ച് പുറകോട്ട് വയ്ക്കുക എന്ന് പറയുന്നത് അബദ്ധമാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം, അനിലേട്ടൻ്റെ റോൾ മോഡലായ ഒരു നേതാവിനെ പറയുന്നുണ്ടെങ്കിൽ, റോൾ മോഡലായിട്ട് അനിലേട്ടൻ കണ്ടൊരു അല്ല, അങ്ങനെ ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അന്ന്, ദേശീയ തലത്തിൽ അന്ന് ഇന്ദിരാഗാന്ധിയാണ്. ഞങ്ങളുടെ ഒക്കെ KSU കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം. അപ്പൊ അതെന്ന് പറയുന്നത് അതൊരു നക്ഷത്ര കാഴ്ചയാണ് ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറയുന്നത്. നമുക്ക് നക്ഷത്രങ്ങൾ ആകാശത്ത് കാണാൻ അടുത്തെത്താൻ പറ്റില്ല. അതുപോലെ അന്ന് ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നിട്ടും ഒരിക്കൽ ഇന്ദിരാഗാന്ധി മലപ്പുറത്ത് വന്നപ്പോൾ കാണാൻ പറ്റി. 1-2 തവണയാണ് എൻ്റെ KSU കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ കണ്ടത്. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അത്ര ആവേശമാണ്. കേരളത്തിൽ അന്ന് ലീഡർ തന്നെയാണ്. അന്ന് K. കരുണാകരനാണ്. അദ്ദേഹമൊക്കെ അങ്ങനെ കത്തി നിൽക്കുന്ന കാലമാണ്. ഈ 2 നേതാക്കളാണ്, രണ്ടും വളരെ എനർജറ്റിക് ആണ്. രണ്ടുപേരും വിമർശനങ്ങളെ, അവരുടെ ഉള്ളിലൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു, പക്ഷെ വിമർശനങ്ങളെ പിന്നെ ശക്തമായിട്ട് നേരിട്ട് 2 നേതാക്കളാണ്. ലീഡറോടും ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ ഈ വിമർശനങ്ങളൊക്കെ എന്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് അത്ര ഇതിലായെടുത്തത്. നമുക്കെതിരെ നെഗറ്റീവ് പറയാനും നമ്മളെ കുറിച്ച് പറയാണല്ലോ, അതൊരു പബ്ലിസിറ്റിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിൽ പവർ ഇന്ദിരാജി ഗാന്ധി തന്നെയാണ്. ഒന്നിലും കുലുങ്ങാത്ത ഒരു പ്രകൃതമാണ്. നമ്മൾ വായിച്ച അറിവും മറ്റേ ഓരോ കാര്യങ്ങൾ, അഭിമുഖിച്ച കാര്യങ്ങളൊക്കെ അത് അറിയുള്ളൂ. പക്ഷെ അവര് നേരിട്ടിട്ടുള്ള എല്ലാം ശക്തമായി തന്നെ നേരിട്ടിട്ടുണ്ട്. മനസ്സിനകത്ത് ചിലപ്പോൾ ഒക്കെ പരിഭ്രമിച്ചാണ്, അത് ഏത് നേതാവായാലും. പക്ഷെ എന്നാലും ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് ലീഡറും അങ്ങനെ തന്നെ. ഇന്നത്തെ കാലഘട്ടത്തിലെ ലീഡർക്കും വലിയ പ്രസക്തിയുണ്ട്. ഈ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ കേരള രാഷ്ട്രീയത്തിൽ വിമർശനങ്ങൾ കേട്ട നേതാവാണ് K. കരുണാകരൻ. ഇന്നത്തെ, ഞാനത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഇന്നത്തെ ഒരു കാലഘട്ടം പറയുമ്പോൾ മറിച്ച് പറയണ്ട. പക്ഷെ അന്ന് അദ്ദേഹം അനുഭവിച്ച അല്ലെങ്കിൽ നേരിട്ട വിമർശനങ്ങൾ ഇന്ന് അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നൊരു കാര്യമല്ല. K. കരുണാകരൻ അന്ന് 80 സ്പീഡിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു വാർത്തയാണോ? അല്ലല്ലോ. K. കരുണാകരൻ അന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് പൈലറ്റും പിന്നെ എസ്കോർട്ടും വെച്ച് പോകുന്നു, വാർത്തയാണോ? അല്ല. മുഖ്യമന്ത്രിയാണ്, എസ്കോർട്ട് വേണം, സെക്യൂരിറ്റി വേണം, എന്താണ് ആംബുലൻസ് ആയാലും എന്തായാലും ഒക്കെ സേഫ്റ്റിക്ക് വേണം, എല്ലാവർക്കും അറിയാം. പക്ഷെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പേരിലൊക്കെ വിമർശനം നേരിട്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി, വിമർശനങ്ങളെ നേരിടാനുള്ള, നിർഭയമായി മുന്നോട്ട് പോകാനുള്ള ഒരു തൻ്റെ ഇടം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എറണാകുളത്ത് നിന്നാളാണ് സംസാരിക്കുന്നത്, തൊട്ടടുത്ത നെടുമ്പാശ്ശേരി, അത് ഇട്ടിട്ട് പോകേണ്ട ഒരാള്. ഇന്നിപ്പോ വലിയ രീതിയിലുള്ള പ്രൈവറ്റൈസേഷൻ വന്നു. അതുപോലെ തന്നെ നമ്മുടെ കോളേജുകളിലൊക്കെ എല്ലാ രീതിയിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ വന്നു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കോളേജിൽ ആദ്യമായിട്ട് ഒരു കോഴ്സ് ആരംഭിച്ചു. അതിനെതിരായിരുന്നു വലിയ സമരം. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ പുതിയ കോഴ്സ് അനുഭവിച്ചതിന്റെ പേരിലാണ് സമരം. പക്ഷെ ഇന്ന് എല്ലായിടത്തും ആയില്ല, എല്ലായിടത്തും ഏത് ഗവൺമെന്റ് വന്നാലും എല്ലായിടത്തും സെൽഫ് ഫൈനാൻസിങ് മെഡിക്കൽ കോളേജ്, സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ്, സെൽഫ് ഫൈനാൻസിങ് B.Ed കോളേജ് എല്ലാം ആയില്ലേ. അന്ന് സെൽഫ് ഫൈനാൻസിങ് സെക്ടറിൽ 2 കോഴ്സുകൾ അനുവദിച്ചതിന്റെ പേരിലാണ് വലിയ സമരം കേരളത്തിൽ നടന്നത്. അത് അദ്ദേഹം എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു എന്നതിന്റെ തെളിവാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലീഡറാണ്. അതുകൊണ്ട് എനിക്ക് ആവേശമുള്ള. ഒറ്റ ചോദ്യത്തിൽ ഇവിടെ നിർത്തുകയാണ്. അതായത് ഇനിയിപ്പോൾ അനിലേട്ടൻ ഇത്ര വലിയൊരു സ്ഥാനത്ത് നിൽക്കുകയാണ്, ഇനിയിപ്പോൾ നമ്മളെ മലയാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് അനിലേട്ടൻ്റെ മനസ്സിലുള്ളൊരു അല്ലെങ്കിൽ ഒരു സ്വപ്ന പദ്ധതി എന്തെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ഒരു സ്വപ്നം എന്നുള്ളതല്ല, നമ്മുടെ ഒരു കാഴ്ചപ്പാട് കേരളത്തിലെ ഒരു രീതി എന്ന് പറയുന്നത്, നമുക്ക്
ഈ റിവേഴ്സ് മൈഗ്രേഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്പോൾ കേരളം നിന്ന് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നിട്ടുണ്ട്. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ള മാറ്റം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 70കളുടെ അവസാനം 80കളുടെ തുടക്കം, അങ്ങനെ അന്നാണ് ഗൾഫ് കുടിയേറ്റം തുടങ്ങുന്നത്. ആ ഒരു കുടിയേറ്റം എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെ എത്തുക, ആളുകൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും 50,000 ലക്ഷം കൊടുത്ത് വിസ സംഘടിപ്പിക്കുക, ജോലിക്ക് പോവുക. അന്ന് ഇന്നത്തെ പോലെയുള്ള ഒന്നല്ല. കൂലിപ്പണിയായിരിക്കും അവിടെ ചെന്ന് ആദ്യം കിട്ടുക, അല്ലെങ്കിൽ കടകളിൽ ഇതുപോലെ സ്റ്റോറുകളിലൊക്കെയാണ് കിട്ടുക. പക്ഷെ അങ്ങനെ പോയ മൈഗ്രേഷനാണ് പിന്നീട് അങ്ങ് വളരെ വലിയ രീതിയിലായി കേരളത്തിലെ സാമ്പത്തിക വളർച്ചയുടെ ബേസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ മൈഗ്രേഷനിലൂടെ നമുക്ക് വന്നപ്പോൾ. ഇപ്പോഴും നമ്മുടെ ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോലും ടൗണുകളെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഗൾഫ് മണിയാണ്. പിന്നെ ഇപ്പോൾ യൂറോപ്യൻ സെക്ടറിലും ഒരുപാട് മൈഗ്രേഷൻ ഉണ്ട്, അതുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും കാണണം റിവേഴ്സ് വരുന്നൊരു സാഹചര്യം. അപ്പം അതിനെ കേരളത്തെ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതല്ല എങ്കിൽ നമ്മുടെയൊക്കെ കുട്ടികൾ പഴയ കാലത്തെ പോലെയാണ്. എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുന്നു, എല്ലാവർക്കും ജോലിയാണ് അവരുടെ സ്വപ്നം, വേറൊരു തലത്തിലേക്ക് പോകാനില്ല, ഇവിടെ ജോലി ചെയ്യാൻ നമുക്ക് ആളില്ല, ഇവിടെ ജോലി ചെയ്യാൻ നമ്മളിപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു അത് ഇതര സംസ്ഥാനക്കാർ വരും, അത്തരം ജോലികൾ എടുക്കും. നമ്മുടെ ആളുകളുടെ മനസ്സിനകത്തുള്ള ഒരു സങ്കല്പമുണ്ട്, ജോലി എന്നുള്ള സങ്കല്പം. അത് നമുക്ക് ഇവിടെ പരിമിതമായി കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഓരോ സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പോൾ അതില്ലാതെ പോകുന്നതിന് ഇപ്പോൾ ഈ മൈഗ്രേഷൻ ഏതെല്ലാം രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ പ്രൊമോട്ട് ചെയ്യണം തന്നെയാണ്. പക്ഷേ റിവേഴ്സ് മൈഗ്രേഷന് സാധ്യത കൂടുതലാണ്. പഴയ പോലെയല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് എത്രയോ ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ആലോചിക്കുക. വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ പോഡ്കാസ്റ്റ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. കാരണം യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ അല്ലേട്ടനോട് പിടിച്ചിരുത്തിയാണ്. അപ്പോൾ അല്ലേട്ടൻ പറഞ്ഞത് എന്ത് സംഭവം, ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നമ്മൾ രണ്ടാളും ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിരുത്തിയതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങളെ വാക്കുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അല്ലേ. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലത്തെ നല്ല എപ്പിസോഡുകൾ നമ്മൾ കൊണ്ടുവരും. അതേപോലെ അല്ലേട്ട വെള്ളം കുടിക്കണം. നമ്മളെ സഫാരി കാർസിനെ കുറിച്ച് എന്താ പറയല്ലേ? ഞാൻ സഫാരി പറഞ്ഞല്ലോ, സഫാരി തുടങ്ങുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞ വിസ്മയം എന്നുള്ള അതാണ് എനിക്ക് സഫാരിയെ കുറിച്ച് പറയാനുള്ളത്. അത് ആ രീതിയിലാണ് ഞാനതിന്റെ തുടക്കം എനിക്കറിയാം. അന്ന് ഇത്ര വലിയ സ്വപ്നം ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷെ വന്ന് കണ്ടപ്പോഴും ഞാൻ ഉദ്ഘാടനം ചെയ്തപ്പോഴൊന്നും എനിക്കൊരു സാധാരണ തുടക്കമായിട്ട് തോന്നിയുള്ളൂ. അത് എനിക്ക് ഈ പറഞ്ഞാൽ 15 വർഷം കൊണ്ട് ഈ രീതിയിലേക്ക് വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോഡൽ തന്നെയാണ്. നമുക്ക് കഠിനാധ്വാനത്തിലൂടെ എവിടെയും പോകാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ ഇരിക്കുന്നത്. അത് ഞാൻ വെറുതെ ആലങ്കാരികമായിട്ട് പറയല്ല, എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. ഇനിയും ഇതുപോലത്തെ നമ്മൾ ഷോറൂമൊക്കെ വിസിറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. ഞങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇടക്ക് ഫ്രീ ഉണ്ടാകുമ്പോൾ വീണ്ടും ഞാൻ പിടിച്ചിരുത്തും. കാരണം ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. സത്യത്തിൽ ഇന്ന് നേരമില്ലാത്തതുകൊണ്ടാണ്. ചോദ്യങ്ങൾ ഇതിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കഥകൾ ഇനി ഇവിടുന്ന് കിട്ടാണ്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. നമ്മളൊരു വ്യൂവേഴ്സിനോട് നിങ്ങൾക്ക് എന്താ പറയില്ല, ഈ എപ്പിസോഡിൽ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ? ഇല്ല, ഞാൻ തീർത്തും യാദൃച്ഛയായിട്ട് എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. ചെറുപ്പം തൊട്ട് 18 വയസ്സിൽ സംരംഭം തുടങ്ങിയ ആളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 18ാം വയസ്സിൽ സംരംഭം തുടങ്ങുക, ഇപ്പോൾ 10-35 വയസ്സാവുമ്പോഴേക്ക് അത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംരംഭമായി മാറുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഏറ്റവും വലിയ ഒരു പ്രചോദനമാണ്. ആ ഒരു പ്രചോദനം നമുക്ക് എല്ലാവർക്കും, ഒരു ജോലി എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും കിട്ടണം എന്നില്ല. പക്ഷേ നമുക്ക് ചില എഫേർട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ, കൊച്ചു കൊച്ചു സംരംഭങ്ങളായി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സഫാരി ഗ്രൂപ്പിൻ്റെ MD ആയിരിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഈ വളർച്ച എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട, ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.